വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2025 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിംഗ് കോളേജ്, യൂണിവേഴ്സിറ്റി സെന്ററുകളുടെ വിവിധ PG പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ പ്രധാനപ്പെട്ട എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ PG CAP രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സൈറ്റിൽ അപ്ലൈ നൗ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നെയിം, നമ്മുടെ എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്, എൻ്റർ യുവർ മൊബൈൽ നമ്പർ, കൺഫേം യുവർ മൊബൈൽ നമ്പർ, രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഒന്നാം ഘട്ട രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. ഇതിന് ആദ്യം സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് നമുക്കറിയാം, PG CAP രജിസ്ട്രേഷൻ 2025. അങ്ങനെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ആ OTP ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു CAP ID-യും സെക്യൂരിറ്റി കീയും വരും. അത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ രജിസ്ട്രേഷന്റെ നടപടിയിലേക്ക് പോകും. പിന്നീട് നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇവിടെ അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നമുക്ക് CAP ID കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈൻ ഇൻ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ CAP ID-യും സെക്യൂരിറ്റി കീയും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള എല്ലാ നടപടികളും അത് മുഖാന്തരമായിരിക്കും. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ രജിസ്ട്രേഷനുള്ള ഡീറ്റെയിൽസ് ആണ്. ആദ്യം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ വെയിറ്റേജ് ഡീറ്റെയിൽസ്, നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യുക, വേറെ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, മാർക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, കോളേജ് നമ്മളെ ഓപ്ഷനുകൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം ഫീസ് അടച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാം. നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ രജിസ്ട്രേഷൻ ടൈപ്പ് അവിടെ ഉണ്ട്, നെയിം അവിടെ തന്നിരിക്കും, ഇമെയിൽ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക. അപ്പാർ ID ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇവിടെ റെഡ് ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പാരന്റ് നെയിം, പാരന്റ് മൊബൈൽ നമ്പർ. പാരന്റിന്റെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാരന്റിന്റെ ആനുലിംഗം, റിലീജിയൻ, റിസർവേഷൻ കാറ്റഗറി, കാസ്റ്റ്, നാഷണാലിറ്റി, അഡ്രസ്, പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്. നമ്മൾ പെർമനന്റ് അഡ്രസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് സെയിം ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോട് പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. ഓക്കെ. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം, നമ്മൾ OBC ആണോ എന്നുള്ള ഒരു ചോദ്യം. OBC ആണെങ്കിൽ നോൺ ക്രീമിലെയർ ഉണ്ടോ എന്നുള്ളത്. ഈ EWS കമ്മ്യൂണിറ്റി ആണോ, ഇതിനൊന്നും സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട, അതൊക്കെ അഡ്മിഷൻ സമയത്ത് കൊടുത്താൽ മതി. ഓർഫൻ ആണോ, വെദർ അപ്ലൈ സ്പോർട്സ് കോട്ടയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ, അവ ആൾറെഡി കംപ്ലീറ്റഡ് എനി PG ഇൻ റെഗുലർ ഓർ ഡിസ്റ്റൻസ് മോഡ് ഫ്രം എനി യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG റെഗുലർ മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസർവേഷൻ കിട്ടില്ല, അഡ്മിഷൻ ലഭിക്കും. എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ഡിസേബിലിറ്റി ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽ. ആർ യു പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി, ആർ യു ഹോൾഡർ ഓഫ് NSS സർട്ടിഫിക്കറ്റ് ഇൻ ഡിഗ്രി ലെവലിൽ NSS സർട്ടിഫിക്കറ്റ് ഉണ്ടോ, NCC ഉണ്ടോ, NCCയുടെ ഏത് സർട്ടിഫിക്കറ്റ് ആണ്, ലിംഗ്വിസ്റ്റിക് തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണോ, ആർ യു ഡിഗ്രി ഹോൾഡർ ഹു ഹാവ് സ്റ്റഡി അറ്റ്ലീസ്റ്റ് വൺ കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഫോർ കോംപ്ലിമെന്ററി ഡ്യൂറിംഗ് ഡിഗ്രി സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസോ മാത്തമാറ്റിക്സോ ഒരു കോഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള സാധനം. VWOC ഡിഗ്രി ഹോൾഡർ ആണോ, അതിൽ മാത്സോ കമ്പ്യൂട്ടർ സയൻസോ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇലക്ട്രോണിക് സബ്ജക്ട് ഡ്യൂറിംഗ് ഡിഗ്രിന്റെ കൂടെ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ടോ, ലിറ്ററസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ചൂസ് ഫയൽ, ഫോട്ടോ ചൂസ് ചെയ്യുക, അപ്ലോഡ് ഇമേജ്, അതിന്റെ സൈസും കാര്യങ്ങളും 60 KB അടിയിലായിരിക്കണം എന്നുള്ള മാത്രമേ പറയുന്നുള്ളൂ. ആ കാര്യം നമ്മൾ ചെയ്യുക. ഇനി നമ്മുടെ മാർക്കിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഏതാ, ഡിഗ്രി ടൈപ്പ് ഏതാ, ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കഴിഞ്ഞത് എന്നുള്ളത്. ഓക്കെ. ഡിഗ്രി ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. സെലക്ട് ഡിഗ്രി ടൈപ്പ്, ഞാൻ BA ആണ് കഴിഞ്ഞത്. UG പ്രോഗ്രാം ഞാൻ BA എക്കണോമിക്സ് ആണ് കഴിഞ്ഞത്. UG സ്കീം CCSS, CUCBSS, CBCSS അതർ. അത് നമ്മളെ സർട്ടിഫിക്കറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. 2019 ശേഷമുള്ള ഡിഗ്രിക്ക് CBCSS, അതിന് മുന്നേ CUCBCSS, അതിന് മുന്നേ CCSS മറ്റേതാണോ എന്നുള്ളത് ചോദിച്ചു. ഞാൻ അതറാണ് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമ്മളെ ഡിഗ്രി മാർക്ക് ലിസ്റ്റിൽ നോക്കിയാൽ അത് വളരെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും അതർ എന്നുള്ളത്. ഇനി നമ്മളെ രജിസ്റ്റർ നമ്പർ ക്ലിക്ക് കൊടുക്കുക. എത്ര ചാൻസ്, ഒരു ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സായിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി കഴിയുമ്പോഴേക്കെല്ലാം പാസ്സായിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കുക. സെലക്ട് ഇയർ ഓഫ് പാസിംഗ്, ഏത് വർഷമാണ്. സെലക്ട് മാർക്ക് ഓർ ഗ്രേഡ് സിസ്റ്റം, മാർക്ക് സിസ്റ്റം ആണോ ഗ്രേഡ് സിസ്റ്റം ആണോ സെലക്ട് ചെയ്യാം. സെലക്ട് മെയിൻ ടൈപ്പ്. ഓക്കെ. സിംഗിൾ മെയിൻ, ഡബിൾ മെയിൻ, ട്രിപ്പിൾ മെയിൻ.
ഇങ്ങനെയുള്ള ഓപ്ഷനുകളാണുള്ളത്. സിംഗിൾ മെയിൻ പറഞ്ഞാൽ ഒരു മെയിനേ ഉണ്ടാവുള്ളൂ. ഡബിൾ മെയിൻ പറഞ്ഞാൽ ഇസ്ലാമിക് ഹിസ്റ്ററി വിത്ത് അറബിക് വിത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ് വിത്ത് മാത്തമാറ്റിക്സ്, അങ്ങനെ ഡബിൾ 2 ഡിഗ്രി ഡബിൾ ആയിരിക്കും മെയിൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ട്രിപ്പിൾ 3 ആയിരിക്കും. നമ്മൾ ഏത് സിസ്റ്റം ആണ് എന്നുള്ളത് അവിടെ കൊടുക്കാം. ഓക്കെ, ആ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മാർക്ക് ടൈപ്പ് ആണ് കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് മാർക്കായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഗ്രേഡിംഗ് ആണെങ്കിൽ ഗ്രേഡ് പോയിന്റ് ആവറേജ് നിങ്ങളെ മാർക്ക് ലിസ്റ്റിന്റെ ഏറ്റവും ബാക്കിൽ ഉണ്ടായിരിക്കും, വളരെ കൃത്യമായിട്ട് ഒബ്റ്റൈൻഡ് ഉണ്ടാവും. ഒബ്റ്റൈൻഡ് ചെയ്തിട്ടുള്ള CGPA എന്നായിരിക്കും. മാക്സിമം ചിലർക്ക് 10 ഉണ്ടാവും. 2019 ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവർക്ക് 10 പിന്നെ നിങ്ങളെ ക്രെഡിറ്റ് ഉണ്ടാവും. ക്രെഡിറ്റ് നിങ്ങളെ മാർക്ക് ലിസ്റ്റിന്റെ ഏറ്റവും ബാക്കിലുണ്ട്. കോമൺ ലാംഗ്വേജ്, കോമൺ കോഴ്സ്, ഇംഗ്ലീഷിന്റെ ക്രെഡിറ്റ് എത്ര, ക്രെഡിറ്റ് എന്ന് അവിടെ ഒരു കോളം തന്നെ ഉണ്ട്. ആ ഏറ്റവും അടിയിൽ ആ മാർക്കിന്റെ കോളത്തിന്റെ ഏറ്റവും ലാസ്റ്റിൽ ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽ അവിടെ ഇത് കൊടുക്കുക. സെക്കൻഡ് ലാംഗ്വേജ് ഏതാണെന്ന് കൊടുക്കുക. ലാംഗ്വേജ് അറബിക്ക്, മെയിൻ ഏതാണ്, എക്കണോമിക്സ്, കോംപ്ലിമെന്ററി ഏതാ, ഒന്ന് പൊളിറ്റിക്കൽ സയൻസ്, മറ്റൊന്ന് ഹിസ്റ്ററി. ഓക്കെ, ഈ രീതിയിലായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ കോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എനിക്ക് ഓപ്പൺ കോഴ്സ് ഇല്ല ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, ഓപ്പൺ കോഴ്സ് ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, 0 ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ 0 കൊടുത്താൽ മതി. ഓവറോൾ CGPA മാർക്ക് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് അവിടെ CGPA നിങ്ങൾ കൊടുത്താൽ മതി. ഐ ഡിക്ലെയർ ആൾ ദ ഇൻഫർമേഷൻ ഫർണിഷ്ഡ് അബോവ് ആർ ട്രൂ, അത് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ കോളേജ് ഓപ്ഷനുകൾ കൊടുക്കാൻ പോകാം. കോളേജ് ഓപ്ഷനുകൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിൽ 15 കോളേജുകളിൽ 15 കോഴ്സുകളിൽ നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. അപ്പം എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യത്തെ കുറിച്ച് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ കോഴ്സുകൾക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പൊ ഞാൻ എൻ്റെതായിട്ട് ഞാൻ ഒന്ന് തിരഞ്ഞെടുത്ത് എനിക്ക് കോഴ്സ് ഓക്കെ, എനിക്ക് വേണ്ട കോളേജ് ഞാനൊന്ന് EMA കോളേജ് എടുത്തു. അവിടെ ഉള്ള MA എക്കണോമിക്സിന് MA ഹിസ്റ്ററിക്കും എനിക്ക് അപേക്ഷിക്കാം. ഹിസ്റ്ററി ഞാൻ കോംപ്ലിമെന്ററി പഠിച്ചു. അപ്പൊ MA എക്കണോമിക്സ് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ ഗവൺമെന്റ് കോളേജ് മലപ്പുറം നമ്മളെടുത്ത് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഗവൺമെന്റ് കോളേജ്, അങ്ങനെ 15 ഓപ്ഷൻ കൊടുത്ത് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഞാനിത് വെറുതെ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കോളേജിന്റെ 15 കോളേജുകളും കൊടുക്കുന്നില്ല. സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രിവ്യൂ വരും. പ്രിവ്യൂവിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് കാണിക്കുന്നില്ല. എന്നിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് നോക്കുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, HSC+2 രജിസ്റ്റർ നമ്പർ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് ഐ അഗ്രി എന്ന് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇനി നമുക്ക് ഫീസ് അടക്കാനുള്ള ഓപ്ഷനാണ്. ഞാൻ UPI മുഖാന്തരമാണ് അടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഐ അഗ്രി ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ UPI ID ആയതുകൊണ്ട് എൻ്റെ UPI ID ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ UPI ID. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മളെ UPI ID കൊടുക്കുക. വാലിഡേറ്റ് UPI ID എന്ന് കൊടുത്ത് നമ്മൾ ഫീസ് പേ ചെയ്യുക. ഫീസ് പേ ചെയ്യുന്ന സമയത്ത് നമ്മളെ വാലിഡേറ്റ് UPI ID എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് എന്ത് വരും, അതിന്റെ എമൗണ്ട് വരും. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയിൽ അതിന്റെ പ്രൊസീജിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കഴിഞ്ഞു. പിന്നീട് നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ PDF ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ PDF ആയിട്ടും എടുത്ത് സൂക്ഷിക്കുക. പിന്നീട് അഡ്മിഷൻ നടപടികൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.